കേരളത്തിൽ ആകെ 3.5 കോടി മലയാളികൾ. അതിൽ മൂന്നിൽ ഒരാൾ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അതാണ് M4Tech. 13.5 മില്യൺ സബ്സ്ക്രൈബർമാർ യാതൊരു കോൺട്രവേഴ്സിയും ഇല്ലാതെ, ഫേക്ക് തമ്നെയിൽ ഇല്ലാതെ, പക്ഷേ റെഗുലർ വീഡിയോയ്ക്കും ഷോർട്സിനും കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഇങ്ങനെയൊരു മലയാളി യൂട്യൂബർ എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? നമുക്കതിന്റെ രഹസ്യം ഈ വീഡിയോയിലൂടെ ബ്രേക്ക് ചെയ്യാം. അതിനായി ഞാൻ M4Techന്റെ 100ഓളം വീഡിയോ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കണ്ടു. അതിൽ നിന്നും എനിക്ക് 15 സീക്രട്ട്. അതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് സിമ്പിളായ 3 അതിൽ മൂന്നാമത്തത് അറിഞ്ഞാൽ നിങ്ങൾക്കും ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടും. അത് മാത്രം അറിയേണ്ടവർ ഈ ടൈം ലൈൻ കണ്ടാൽ മതി. അല്ല, മൊത്തം എങ്ങനെ ഇത്രയും വ്യൂസ് കിട്ടും, M4Techന് എങ്ങനെ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി എന്നറിയണമെങ്കിൽ ഫുൾ വീഡിയോ. ഫസ്റ്റ് തന്നെ നമ്മൾ M4Techന്റെ വീഡിയോ കാണുമ്പോൾ ഹലോ മച്ചന്മാരെ, M4Techലേക്ക് സ്വാഗതം എന്നാ കേൾക്കുക. ഇത് കേട്ടാൽ തന്നെ ഒരു കണക്ഷൻ തോന്നും. കഴിഞ്ഞ 8 വർഷമായിട്ട് മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത രഹസ്യം എന്താണ് നമുക്ക് നോക്കാം. ഇതൊരു വീഡിയോ അല്ല, ഇത് ക്രാഷ് കോഴ്സ് ആണ്. സീക്രട്ട് നമ്പർ 1, വില്ലേജ് പ്ലസ് വേഴ്സറ്റിലിറ്റി വൈറൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മറ്റുള്ള റൂമിലിരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ തന്റെ ഗ്രാമമാണ് ജിയോ ജോസഫ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയത്. അവിടുത്തെ പാടശേഖരങ്ങൾ, കുളങ്ങൾ, കനാൽ, ചെറുബോട്ടുകൾ ഇതൊക്കെ നൊസ്റ്റാൾജി ഉണ്ടാക്കി. കുക്കിംഗ്, ഡായ്, സയൻസ് എക്സ്പെരിമെന്റ്സ് തുടങ്ങിയ വലിയൊരു നീഷയായിരുന്നു ജിയോന്റേത്. പിന്നെ ഇതൊക്കെ ഒരു ലാംഗ്വേജ് ബാരിയർ ഇല്ലാത്ത കോണ്ടന്റുകളാണ്. സിമ്പിൾ ക്രാഫ്റ്റ്, പിന്നെ ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കൽ, നാട്ടിൻപുറത്തെ മീൻ പിടിക്കുന്ന ഉപകരണങ്ങൾ, പിന്നെ തമാശ നിറഞ്ഞ പരീക്ഷണം. ഉദാഹരണത്തിന് 4 വാട്ടർ ക്യാൻ വെച്ച് വെള്ളത്തിൽ സൈക്കിൾ ഓടിക്കൽ, വലിയ ബലൂണിൽ കയറിയിരിക്കൽ, ഇലക്ട്രിക് സ്കേറ്റിംഗ് ബോർഡ് തുടങ്ങിയവ ഉണ്ടാക്കി. ഇതുവരെ ആരും ചെയ്യാത്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയാണ് ജിയോ ജോസഫ് വീഡിയോ ഇട്ടിരുന്നത്. കുക്കിങ്ങിലും വ്യത്യസ്ത തരം പരീക്ഷണങ്ങൾ M4Tech നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഓവനില്ലാതെ ഓറിയോ ബിസ്ക്കറ്റ് നിർമ്മിക്കൽ, ഫുൾജാർ സോഡ ഉണ്ടാക്കൽ, പേപ്പർ ഉപയോഗിച്ച് കത്തിച്ച് ബക്കറ്റ് ചിക്കൻ നിർമ്മിക്കൽ തുടങ്ങിയ വളരെ വ്യത്യസ്തമായ പരീക്ഷണങ്ങളും. കൂടാതെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുക്കിംഗ് ആയിരുന്നു. അതായത് സാധാരണ ചെയ്യുന്ന പോലത്തെ കുക്കിങ്ങിനൊപ്പം അദ്ദേഹത്തിന്റെ DIY ക്രിയേറ്റിവിറ്റിയും കൂടി ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കുക്കിംഗ്, എഡ്യൂക്കേഷൻ, കുക്കിംഗ്, എന്റർടൈൻമെന്റ് എല്ലാം കൂടി ഒരു മിക്സഡ് പാക്കേജ് ആയിട്ടായിരുന്നു അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നത്. നമുക്ക് സിമ്പിളായി M4Techന്റെ വീഡിയോനെ എഡ്യൂക്കേഷണൽ, എക്സ്പെരിമെന്റൽ, എന്റർടൈൻമെന്റ് എന്ന് വിളിക്കാം. അതായത് ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടാണ് M4Techന്റെ മിക്കവാറും വീഡിയോ മില്യൺ കണക്കിന് കോടിക്കണക്കിന് വ്യൂസ് കിട്ടിയത്. സീക്രട്ട് നമ്പർ 2, സിംപിൾസിറ്റി ഈസ് എ സൂപ്പർ പവർ. M4Techന്റെ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള അവതരണമാണ് M4Tech നടത്തുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷ്വലുകളോ എലമെന്റ്സോ കൊടുക്കാതെ വളരെ സിമ്പിളായി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലുള്ള വീഡിയോ മേക്കിംഗ് ആണ് M4Techന്റെ. ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് വരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന അത്ര സിമ്പിൾ ആയിട്ടാണ് M4Tech വീഡിയോ ചെയ്യുന്നത്. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ തനി നാടൻ ശൈലിയിൽ വീഡിയോ ചെയ്യുന്നത് M4Techന്റെ റീച്ച് വളരെയേറെ കൂട്ടും. M4Techന്റെ നീഷയുടെ പ്രത്യേകത കാരണം കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള വീഡിയോ M4Techന് ചെയ്യാൻ സാധിച്ചു. DI വീഡിയോകളായിക്കോട്ടെ, സയൻസ് എക്സ്പെരിമെന്റ് ആയിക്കോട്ടെ, നോളജ് വീഡിയോ ആയിക്കോട്ടെ, പിന്നെ ക്യാമ്പിംഗ്, അങ്ങനെയുള്ള എക്സ്പെരിമെന്റൽ വീഡിയോസിലൂടെയും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുമുള്ള സിമ്പിൾ വീഡിയോ മേക്കിംഗ് ആയിരുന്നു M4Tech യൂസ് ചെയ്തത്. M4Techന്റെ വീഡിയോസിൽ വോയിസ് ഓവറിംഗ് സ്റ്റൈൽ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ എക്സൈറ്റ്മെന്റിലേക്കും എന്റർടൈൻമെന്റിലേക്കും കൊണ്ടുപോകുന്ന രീതിയിലും ലോ പേസ്ഡ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള മലയാളത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട്, അതായത് സ്ലാങ്ങുകളൊന്നും ഉപയോഗിക്കാതെ ക്ലിയർ ആയി പറഞ്ഞുകൊണ്ട് തന്നെ M4Tech വീഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാ മലയാളി ഓഡിയൻസിനും അത് മനസ്സിലാക്കാം. അതായത് നമുക്ക് കേരളത്തിൽ തന്നെ അറിയാം, കേരളത്തിലെ ഓരോ ജില്ലകളിലും ഓരോ ടൈപ്പ് മലയാളത്തിന്റെ വേരിയേഷൻ ആണുള്ളത്. പക്ഷെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന ഒരു വേരിയേഷൻ ആണ് M4Tech അവരുടെ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത്. സ്ട്രാറ്റജി നമ്പർ 3, ബ്രാൻഡിങ്. നിങ്ങൾ M4Techന്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ജിയോ ജോസഫ് മോസ്റ്റ്ലി ബ്ലാക്ക് കളർ ഡ്രസ്സാണ് ഇടുന്നത്. അതും ഷർട്ടും മുണ്ടുമാണ് മെയിൻ ഡ്രസ്. നമ്മുടെ യൂട്യൂബിൽ എവിടെ കറുപ്പ് നിറം കണ്ടാലും നമുക്ക് M4Techന്റെ ചാനൽ ഓർമ്മ വരും. ഒരു ബ്രാൻഡ് ലോഗോ പോലെയാണ് M4Techന്റെ ബ്ലാക്ക് കളർ ഡ്രസ്. നമുക്ക് തമ്പ്നെയിൽ നോക്കിയാൽ മനസ്സിലാകാൻ സാധിക്കും. മറ്റു യൂട്യൂബേഴ്സ് ചെയ്യുന്നത് പോലെ ഒരുപാട് അക്ഷരങ്ങളോ ഒരുപാട് വർക്കുകളോ കൂട്ടി തമ്പ്നെയിലിനെ ഒരു പൂരപ്പറമ്പിൽ ഫ്ലെക്സ് പോലെ ആക്കി വെക്കുന്നില്ല. M4Techന്റെ വീഡിയോസിന്റെ തമ്മിൽ വളരെ ക്ലിയർ ആൻഡ് സിമ്പിൾ ആണ്. വീഡിയോയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടോ അല്ലെങ്കിൽ അവസാന റിസൾട്ടുമാണ് തമ്നെയിൽ. കൂടാതെ തമ്നെയിൽ ഏറ്റവും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ജിയോ മച്ചാന്റെ ഫേസും എക്സ്പ്രഷനുമാണ് മെയിൻ ഫോക്കസ് ആയിട്ട് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് മിക്കവാറും അവിടുത്തെ പാടങ്ങളോ അല്ലെങ്കിൽ വരമ്പുകളോ അങ്ങനെയുള്ള പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളോ ആയിരിക്കും. ഗ്രീൻ. മറ്റ് യൂട്യൂബർമാർ, അതായത് പ്രശസ്തരായ വലിയ യൂട്യൂബർമാർ പോലും കേരളത്തിലുള്ളവർ 40-70 വാക്കുകളിൽ നിൽക്കുന്ന ഒരു ടൈറ്റിലാണ് കൊടുക്കുക. പക്ഷേ ജിയോ മച്ചാന്റെ ടൈറ്റിൽ എപ്പോഴും നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇംഗ്ലീഷും മലയാളവും അത് രണ്ടും ആ ടൈറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. അത് ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഇംഗ്ലീഷ് വേർഷൻ ഫസ്റ്റും
അതിനുശേഷം അതിന്റെ മലയാളം വേർഷൻ സെക്കൻഡുമായിട്ടാണ് ടൈറ്റിൽ കൊടുക്കാറുള്ളത്. അതുവഴി എല്ലാ ഓഡിയൻസിലേക്കും വീഡിയോ എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നു. ബോണസ് ട്രിപ്പ് മാണിക്യ മങ്കേഹിത്തെ എന്ന BGM ഉപയോഗിച്ച് ഒരു ഷോർട്സിൽ തന്നെ 405 മില്യണും ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സിനെ നേടാൻ എംഫോടെക്കിന് സാധിച്ചു. ഒരു ടെഡി ബിയറും മനുഷ്യനുമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഈ ഷോർട്ട് വീഡിയോസ് കുട്ടികളും മുതിർന്നവരും ആസ്വദിക്കുന്നത്. കാരണം ഇത്തരം വീഡിയോസിന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും BGM മാത്രമാണ് ഉള്ളത്, അല്ലാതെ ഇവരുടെ ഒരു വോയിസ് ഓവർ ഇല്ല. കൂടാതെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. അതായത് ഒരു കുഞ്ഞു സ്റ്റോറി, കുട്ടികൾക്കും വലിയവർക്കും എല്ലാം റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കുഞ്ഞു സ്റ്റോറിയോ എക്സ്പ്രഷൻസും ഒക്കെയാണ് ഈ വീഡിയോയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. പ്രത്യേകിച്ച് ആ ഡയറി മിൽക്ക് വീഡിയോയുടെ ലാസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് ആ കാലഘട്ടത്തിലെ വൈറലായിട്ടുള്ള രോമാഞ്ച സ്റ്റൈലിലുള്ള തലയാട്ടൽ മുഖത്തിന്റെ എക്സ്പ്രഷനുമാണ് ജിയോയുടെ മുഖത്ത് ആ വീഡിയോയുടെ ലാസ്റ്റ് കാണുന്നത്. നമ്മളിവിടെ എംഫോടെക്കിന്റെ വിജയത്തിലുള്ള സീക്രട്ടുകളുടെ 1ാം ഭാഗം ഡിസ്ക്ലോസ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ മിസ്റ്റർ ബീസ്റ്റ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂട്യൂബർ, അദ്ദേഹത്തിന്റെ വീഡിയോയുടെ സീക്രട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം. മലയാളത്തിൽ ഉൾപ്പെടെ പല ലാംഗ്വേജ് വീഡിയോ ചെയ്യുന്നവർ ഇൻസ്പിറേഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ വീഡിയോസിന് റീച്ച് കിട്ടാനുള്ള കുറച്ച് സീക്രട്ടുകളുണ്ട്. ആ സീക്രട്ടുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ വരും, നമുക്ക് അവിടെ കാണാം.